ഡിബേറ്റ് 360യിലേക്ക് സ്വാഗതം. PM ശ്രീയിൽ ചങ്കിടിച്ച ഇരട്ടച്ചങ്ങൽ. പുനഃപരിശോധന നടത്തുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. 7 അംഗങ്ങളുള്ള ഉപസമിതിയെ ഇതിനായി രൂപീകരിച്ചു. ഉപസമിതിയിൽ CPIയുടെ 2 മന്ത്രിമാരുമുണ്ട്. ഉപസമിതി റിപ്പോർട്ട് വരുന്നതുവരെ പദ്ധതി നിർത്തിവെക്കാൻ കേന്ദ്രത്തിന് കത്തയക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത ഗിമിക്ക്. ധനപ്രതിസന്ധി നിലനിൽക്കെ വാരിക്കോരി സർക്കാർ പ്രഖ്യാപനങ്ങൾ. ക്ഷേമ പെൻഷൻ 400 രൂപ കൂട്ടി 2000 ആക്കി. ഏതായാലും മയക്കുവടി ഏറ്റോ എന്ന വിഷയമാണ് ഇന്ന് ഡിബേറ്റ് 360 പരിശോധിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് KV അഭിലാഷ്, ഇടപ്രതിനിധി സതീഷ് വസന്ത, BJP പ്രതിനിധി അഖിൽ പാലോട്ട് മഠത്തിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ AK സാദിഖ് എന്നിവരാണ് അതിഥികൾ. ആദ്യം അഭിലാഷിലേക്കാണ്. അഭിലാഷ്, ഈ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി പല പ്രഖ്യാപനങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ ഈ CPIയുടെ എതിർപ്പൊക്കെ ആവിയായി പോകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. എന്താണ് അവസ്ഥ? ഇവിടെ ക്യാപ്ഷൻ തന്നെ മയക്കുവെടി ഏറ്റോ എന്നുള്ളത്, മയക്കുവെടി ചെറിയ രീതിയിൽ ഏറ്റിട്ടുണ്ട് എന്ന് വേണം പറയാൻ. കാരണം എന്തായാലും ഒരു ഉപസമിതിയെ വച്ച് ഇതിനെപ്പറ്റി ഒന്ന് പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ അത് തൽക്കാലം ഒന്ന് ക്യാപ്റ്റൻ അബേൻസിൽ വയ്ക്കുന്നു എന്നുള്ളൊരു തീരുമാനം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും പിണറായി വിജയൻ്റെയും ധാർഷ്ട്യത്തിനുള്ള ഒരു മറുപടിയായിട്ട് നമുക്ക് കാണേണ്ടി വരും. അതെ, ഇവിടെ RSSൻ്റെ തിട്ടൂരത്തിന് വഴങ്ങിക്കൊണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുവാനുള്ള കൂട്ടിന് നിന്ന CPM-ഉം പിണറായി വിജയനും ഇതിൽ ഒരു പരിധി വരെ താഴോട്ട് പോയി എന്ന് പറയാം. എങ്കിലും ഇതിലും ചില അപകടങ്ങൾ പതിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണിത്. ഇനി 6 മാസം കൊണ്ട് 2 തിരഞ്ഞെടുപ്പുകൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പും, 1 മാസം കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പും, അത് കഴിഞ്ഞ് 4 മാസം കൂടി കഴിയുമ്പോൾ ഇവിടെ പൊതു തെരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കുകയാണ്. അപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഉള്ള ഉപസമിതി എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോയി അങ്ങനെ അവസാന നിമിഷം നടപ്പിലാക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടും നമുക്കിതിനെ കാണാൻ സാധിക്കും. തൽക്കാലം ഇതിൽ നിന്നൊരു വെടിനിർത്തലുണ്ടായി, CPIയുടെ വെടിനിർത്തലുണ്ടായി, CPIയുമായി ഒരു അനുരഞ്ജനമുണ്ടായി, മന്ത്രിസഭാ യോഗത്തിലൊക്കെ മന്ത്രിമാർ പങ്കെടുത്തു. തൽക്കാലമായി ഒരു മുന്നോട്ട് പോയി അപകടം പതിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ സംശയം. ഈ കരാറിൽ നിന്നും പൂർണ്ണമായി കേരളം പിന്നോട്ട് പോകണം. കരാർ റദ്ദാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കണം. അതാണ് നമ്മുടെ ആവശ്യം. ഇത് CPIയെയും മുന്നണിയിലെ ചില പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി, താൽക്കാലികമായി തീർക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടിയായിട്ട് മാത്രമേ പിണറായി വിജയൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഈ തീരുമാനത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തെ പോലും മുഖവിലേക്കെടുക്കാതെ അഖിലേന്ത്യാ സെക്രട്ടറിയെ ശ്രീ MA ബേബിയെ വെറും ഒരു ബേബിയാക്കി മാറ്റിക്കൊണ്ട്, അതുപോലെ തന്നെ ഘടകകക്ഷി മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാതെ, അതുപോലെ ഈ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ കേന്ദ്രവുമായി ഒരു പ്രധാനപ്പെട്ട ഒരു കരാർ ഒപ്പിടുമ്പോൾ അത് നിശ്ചയമായിട്ടും അത് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെയാണ് ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഉപസമിതിയെ വച്ചതും ഞങ്ങൾക്ക് അതുപോലൊരു സംശയമുണ്ട്. ഇതിൽ നിന്ന് ഉപസമിതിയെ വച്ച് ഇതിനെ ചർച്ച ചെയ്ത് നീട്ടിക്കൊണ്ട് പോയതിന് ശേഷം ഏതെങ്കിലും കാലത്ത് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ശ്രമം ഇതിൻ്റെ ഭാഗത്ത് ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നൊരു നമുക്കൊരു സന്ദേഹം ഇതിൽ ബാക്കി നിൽപ്പുണ്ടോ. തൽക്കാലം ഇതിനൊരു ആശ്വാസമുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ബിനു, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു ഗിമ്മിക്കാണ് ഇവർ നടത്തിയത്. തൽക്കാലം CPIയെ കൂടെ നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊന്നും ചർച്ച കാരണം അവരോട് ആലോചിച്ചിട്ടില്ല, മുന്നണിയിൽ ചർച്ചയില്ല, അഖിലേന്ത്യാ നേതൃത്വവുമായിട്ട് ആരുമായിട്ട് ആലോചിക്കാതെ പിണറായി വിജയൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു തീരുമാനം, സംസ്ഥാനത്തെ CPM നേതൃത്വത്തിൻ്റെ തീരുമാനം, അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പോലും തീരുമാനമല്ല. അങ്ങനെയൊക്കെ അവരുടെ നേരത്തെയുള്ള മുൻകാലങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ, അവരുടെ ലേഖനങ്ങൾ, ദേശാഭിമാനിയിലെ ലേഖനം, ചിന്തയുടെ ലേഖനം, അതിൽ നിന്ന് വിപരീതമായിട്ടാണ് അവർ അതിൽ ഒപ്പിട്ടത്. അതുകൊണ്ട് നമുക്ക് ഈ ഉപസമിതിയുടെ തീരുമാനം പൂർണ്ണമായിട്ടങ്ങ് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. ഇതിൽ നിന്ന് പിന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ അതിൽ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിലൊരു കത്തയച്ചാൽ മാത്രമേ
ഇതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി തൃപ്തി എന്ന് പറയാൻ സാധിക്കുള്ളൂ. അഡ്വക്കേറ്റ് സതീഷ് വസന്ത, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവരുടെ കണ്ണിൽ പൊടിയിടാൻ, CPIയുടെ കണ്ണിൽ പൊടിയിടാൻ ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു എന്നതിനപ്പുറം ഇതിനകത്ത് യാതൊന്നുമില്ല. ഇത് ഒരു സമിതിയൊക്കെ രൂപീകരിച്ചു. നമുക്കറിയാം CPM-നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ തീവ്രത അളക്കാനുള്ള സമിതി, അത്തരത്തിൽ ഓരോ സമിതികളൊക്കെ ഉണ്ടാക്കും. അത്തരത്തിൽ മാത്രമല്ല ഇതിനെ കാണാൻ കഴിയൂ. നോക്കൂ മനു, ഇടതുപക്ഷ മുന്നണി UDF ഒക്കെ വിചാരിച്ചോ അല്ലെങ്കിൽ മറ്റു ആൾക്കാരൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ തകർന്ന് തരിപ്പണായി പോവും എന്നുള്ള രീതിയിലായിരുന്നു വിചാരിച്ചത്. അങ്ങനെയൊന്നുമില്ല. ഇടതുപക്ഷ മുന്നണിക്ക് CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണി അതിൻ്റെ ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്തേണ്ടത് ആ CPM-ൻ്റെ ധാർമ്മികതയാണ്. ആ ധാർമ്മികത അവരിന്ന് വച്ച് പുലർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് PM ശ്രീയിൽ ഒപ്പിടുമ്പോൾ ആ ഒപ്പ് ഇടുന്നത് എന്താണ്? ഇപ്പം CPIക്കുള്ള ഇതാണ് അടുത്ത ഈ പൈസ കിട്ടുന്ന അല്ലെങ്കിൽ ഒപ്പിട്ടത് കൊണ്ട് മാത്രമല്ല, നമ്മൾ കരിക്കുലം പാഠപദ്ധതിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ പഴയ ഹിസ്റ്ററി, നമ്മളെ ചരിത്രമൊക്കെ മാറ്റി എഴുതിക്കൊണ്ട് ഒരു കാവ്യവൽക്കരണം ഇവിടെ നടപ്പിലാക്കും എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അത് CPI കുറ്റം പറഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ അത് ശരിയാണോ? അങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ടോ? കാര്യം എന്ന് വെച്ചാൽ ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകൾ വച്ചായിരുന്നു എല്ലാ വർഷവും ഈ PM ശ്രീയിൽ ഒപ്പിടുമ്പോഴത്തേക്ക് ആ NCERT പാഠ്യ പദ്ധതി കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇത് CPIക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. അത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവരെ പിണക്കം അതായിരുന്നു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ഇടതുപക്ഷ കൺവീനർ, അതുപോലെ തന്നെ CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി, അതുപോലെ നമ്മളെ കേരളത്തിൻ്റെ സെക്രട്ടറി ശ്രീ ഗോവിന്ദ മാസ്റ്റർ, അതുപോലെ CPIയുടെ ബിനോയ് വിശ്വം, ഇവരെല്ലാം കൂടി ഇന്ന് ചർച്ച ചെയ്ത് ഒരു ഉപസമിതി വെച്ചുകൊണ്ട് ആ ഉപസമിതിയിൽ 2 മന്ത്രിമാർ, CPIയുടെ മന്ത്രിമാരെ ഉൾപ്പെടുത്തി ആ ഉപസമിതി പഠിച്ച് ഒരു റിപ്പോർട്ട് തരണവരെ നമ്മൾ നടപ്പിലാക്കില്ല. അതേ ഉള്ളൂ. അതാണ് ഇതിലിപ്പോൾ ഈ പറഞ്ഞതുപോലെ ABVP ഒക്കെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അതായത് PM ശ്രീ പദ്ധതി റദ്ദാക്കാൻ കേന്ദ്രത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രധാനമന്ത്രി ഒപ്പിട്ട പദ്ധതിയിൽ സംസ്ഥാനത്തിന് ഒന്നും ചെയ്യാനാകില്ല എന്നുമാണ് പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവർ പറയുന്നത് ഞങ്ങൾ നടപ്പാക്കില്ല, ഉപസമിതിയൊക്കെ പഠിക്കട്ടെ എന്ന രീതിയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു തന്ത്രമായിട്ടല്ലേ കാണേണ്ടത്? ഇതിൻ്റെ ആധികാരികത ഈ തരത്തിലല്ലേ? ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയല്ലേ? സമയം എനിക്ക് കൂടുതൽ അനുവദിച്ച് തരണം. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, PM ശ്രീ പദ്ധതി കേരളത്തിൽ നിന്നും പിൻവലിച്ചിട്ടില്ല. നിങ്ങൾ പിൻവലിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നതും എൻ്റെ സഹ പാനലിസ്റ്റുകളൊക്കെ ആ തരത്തിലാണ് അഭിപ്രായ പ്രകടനം നടത്തുന്നതും. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അത്തരത്തിലൊരു തെറ്റായ ഇൻഫർമേഷൻ ഒരു മാധ്യമത്തിലൂടെ നൽകാൻ പാടില്ല. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരാണ്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്, ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി ഉള്ള ആൾക്കാരാണ്. കേരളത്തിൽ PM ശ്രീ പദ്ധതിയിൽ നടപ്പിലാക്കുന്നതിലുള്ള സമയം ചോദിച്ചു മാത്രമാണ് കത്തയക്കുമെന്നതാണ് മുഖ്യമന്ത്രി ആധികാരികമായി ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ഉപസമിതി നടത്തി അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം മാത്രമേ സർക്കാരിൻ്റെ മുമ്പിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്നുള്ളൂ. ഈ സർക്കാർ ഇതിൽ ഏതു തരത്തിലുള്ള തീരുമാനമാണ് എടുക്കാൻ കഴിയുക എന്നതാണ് അങ്ങ് ചോദിക്കുന്നത്. സർക്കാരിന് മയക്കുവെടി ഏറ്റു എന്നതാണ് അങ്ങയുടെ ചർച്ചയുടെ ആത്യന്തികവും ആധികാരികവുമായ ചോദ്യം. അങ്ങനെ ഒരു മയക്കുവെടി ഏറ്റോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തി ഉണ്ടോ എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി പൊതുവിദ്യാഭ്യാസ യജ്ഞം നടത്തുന്നു എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ 1ാം പിണറായി സർക്കാരിനു ശേഷം കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എന്തു മെച്ചമാണ്, മികവാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിച്ച് നോക്കേണ്ടത്. ഇടിഞ്ഞു വീഴുന്ന സ്കൂളുകളും പൊളിഞ്ഞു വീഴുന്ന സ്കൂൾ കെട്ടിടങ്ങളും പാമ്പ് കടിയേറ്റു മരിക്കുന്ന കുട്ടികളും മിന്നൽ ഷോക്കേറ്റു മരിക്കുന്ന കുട്ടികളുമുള്ള കേരളത്തിലെ സ്കൂൾ കെട്ടിടങ്ങളിൽ നിന്നും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ ഒരു പദ്ധതി ഉണ്ടാകണ്ടേ ഈ നാട്ടിൽ എന്നതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അങ്ങ് സൂചിപ്പിച്ചു, കേന്ദ്രം ഈ നടപ്പിലാക്കുന്ന PM ശ്രീ പദ്ധതി ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞു. ഈ പദ്ധതി വരുമ്പോൾ തന്നെ 2002 ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കും. 2022 ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുമ്പോൾ ഇത് നടപ്പിലാകണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ 3 വർഷത്തോളമായി തെരുവിൽ സമരത്തിലുള്ള ഏക വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് ഞാനൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ABVP ആണ്, അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്താണ് അങ്ങനെ സമരരംഗത്ത് നിൽക്കുന്നതും. KSUവിനെ ഒരിടത്തും കണ്ടില്ല, SFIനെ കാണാൻ പോലുമില്ല.
ഇപ്പോൾ സമരത്തിലുള്ള ASFനെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും അഭിപ്രായം പറയാൻ ഞങ്ങളാരും പൊതുമണ്ഡലത്തിൽ കണ്ടതുമില്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്, PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാകുമ്പോൾ ഇവർ അവകാശപ്പെടുന്നത് പോലെ ഞങ്ങളല്ലല്ലോ പറയുന്നത്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വന്ന് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളുടെയും ക്യാമറയിൽ നോക്കി പറയുകയാണ് PM ശ്രീക്ക് എന്താണ് കുഴപ്പം എന്നതാണ് മാധ്യമപ്രവർത്തകരോട് ബഹുമാന്യനായ V. ശിവൻകുട്ടി പറഞ്ഞ ചോദ്യം. എന്താണ് കുഴപ്പം, അത് വരട്ടെ, അത് നല്ലതല്ലേ എന്ന അവരാണ് പറഞ്ഞത്. പക്ഷേ അവിടെ നിന്നും എങ്ങനെ യൂട്ടേൺ എടുത്തു പോകുന്നു? ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നി. ഒരു കാരണം അദ്ദേഹം പറഞ്ഞത് ഇത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തിലേക്ക് കേരളം സർക്കാർ കത്തെഴുതണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യമെന്ന്. അങ്ങനെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായി ഞാൻ ഈ PM ശ്രീയുടെ ചർച്ച തുടങ്ങിയ നാൾ ഇതുവരെയും കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. അങ്ങനെ പ്രതിപക്ഷ നേതാവിന് ഇല്ലാത്ത ഒരു അഭിപ്രായ പ്രകടനമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ സഹ പാനലിസ്റ്റ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത്. അപ്പോൾ പാർട്ടിക്ക് ഇവർക്ക് ആശയക്കുഴപ്പമുണ്ടാകും. പ്രസക്തമല്ലാത്ത കേരളത്തിലെ പ്രതിപക്ഷം, കേരളത്തിലെ സമൂഹത്തിനോട്, കേരളത്തിലെ പൊതുസമൂഹത്തിനോട് ഒരു ധാർമ്മികതയുമില്ലാത്ത കോൺഗ്രസ് ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നതിൻ്റെ എളുപ്പമാണ് ഈ സർക്കാരിന് ഇങ്ങനെ മാറാൻ സാധിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ CPIയുടെ വെടികൊണ്ടതുകൊണ്ടോ CPI കണ്ണുരുട്ടി കാണിച്ചത് കൊണ്ടോ ഒന്നും അല്ല വലിയേട്ടൻ സ്വഭാവം വച്ചു പുലർത്തി നാളിതുവരെ മുന്നണിക്കകത്ത് അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന CPM ഇതിൽ നിന്നും പുറകോട്ട് പോയത്. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, കേരളത്തിലെ ചില മതഭീകരവാദ സംഘടനകൾക്ക് മുമ്പിൽ ഈ സർക്കാർ മുട്ടുമടക്കിയതാണ്. ഇന്നത്തെ പത്രം സുപ്രഭാതം പത്രം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അതിൻ്റെ ലേഖനത്തിൻ്റെ എഡിറ്റോറിയൽ പേജ്, ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയലാണല്ലോ അവരുടെ പോളിസി തീരുമാനിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിൻ്റെ മുഖപത്രമായ സുപ്രഭാതത്തിലെ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, ജമാഅത്ത് ഇസ്ലാമിൻ്റെ പത്രമായ സുപ്രഭാതത്തിലെ എഡിറ്റോറിയൽ പേജിൽ അത്ര ശ്രീയല്ല PM ശ്രീ എന്ന എഡിറ്റോറിയൽ എഴുതേണ്ടി വന്നു. എന്തേ? ജമാഅത്ത് ഇസ്ലാമിക്ക് ഇതിലുള്ള ആശങ്ക എന്താണ്? ജമാഅത്ത് ഇസ്ലാമിക്ക് ഇതിലുള്ള ആശങ്ക എന്താണ് എന്ന് പറയേണ്ട ഉത്തരവാദിത്തം ഈ തട്ടത്തിൻ്റെ കാര്യത്തിലും കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ ടൈം ടേബിൾ ക്രമീകരണത്തിലും ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായി കൊണ്ടുവന്ന യൂണിഫോമിലും എല്ലാം പുറകോട്ട് പോയ പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇതുപോലെ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്ക് മുമ്പിൽ മുട്ടുമടക്കി നിന്നതിൻ്റെ ഉത്തരം പറയാൻ ആണ് പൊതുസമൂഹത്തിന് മുമ്പിൽ തയ്യാറാകേണ്ടത്. ഇത്രയും നാൾ വൈകി ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ 2024 ഈ 25-ലാണല്ലോ MOU ഒപ്പിട്ടതായി നമ്മൾ പുറത്തു വന്നത്. 2024 തന്നെ ഇതുമായി സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന് ഈ സർക്കാർ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് ഉറപ്പ് നൽകിയതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ രണ്ടാമത്തെ ഘട്ടത്തിൽ അത് പറയാം. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഇതുപോലുള്ള കേരളത്തിലെ വിദ്യാഭ്യാസത്തെ എല്ലാ കാലത്തും പിന്നോട്ടടിച്ചിട്ടുള്ള ഇതുപോലുള്ള മതതീവ്രവാദ സംഘടനയ്ക്ക് മുമ്പിൽ ഈ സർക്കാർ മുട്ടുമടക്കിയതാണ്. CPIയെ മറയാക്കി ജമാഅത്ത് ഇസ്ലാമിയുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയും പൊതുവിദ്യാഭ്യാസ മന്ത്രിയും. ഇതിൽ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ് BJPയുടെയോ RSSൻ്റെയോ മെക്കിട്ട് കയറി സമയം കളയാൻ ഈ നാട്ടിലെ ഇടതു നിരീക്ഷകരും ഒരു ബോധവുമില്ലാത്ത ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരും സമയം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സാദിഖ്, ഇവിടെ ഈ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഈ CPIയുടെ എതിർപ്പുകൾ എപ്പോഴും പണ്ട് കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഈ കാനം രാജേന്ദ്രൻ തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഇവരുടെ എതിർപ്പുകൾ ആവിയായി പോകുന്നത് നമ്മൾ പല ഘട്ടത്തിലും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ പണ്ട് കോൺഗ്രസുമായി ഒക്കെ ചേർന്ന സമയത്തൊക്കെ ശക്തമായ ആർജവത്തോടെ നിന്നിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു CPI. വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനുമൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അന്ന് ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം പോലും UDF നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPIയുടെ എതിർപ്പുകൾ നമുക്ക് പഴയ പോലെ ആവിയാകില്ല എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ അവരുടെ ഓരോ നീക്കങ്ങളിൽ നിന്ന് വ്യക്തമായത്. കാരണം ശക്തമായ സമരവും ശക്തമായ എതിർപ്പ് അറിയിക്കുമെന്ന് പറഞ്ഞു. അതായത് മന്ത്രിസഭാ യോഗത്തിൽ നിന്നടക്കം വിട്ടുനിൽക്കും എന്നൊക്കെ പറഞ്ഞ ഇവർ ഇന്നിപ്പോൾ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന് ശേഷം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നു. അപ്പം മുഖ്യമന്ത്രി വന്ന് ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അതൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പറയുന്നത് ഇത് ഉപസമിതിയെ നിർണ്ണയിക്കുന്നു, അതോടൊപ്പം തന്നെ ഉപസമിതിയുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഇത് നടപ്പാക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഇത് റദ്ദാക്കാൻ കേന്ദ്രത്തിന് മാത്രമേ അധികാരമുള്ളൂ. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഒപ്പിട്ട പദ്ധതിയിൽ സംസ്ഥാനത്തിനൊന്നും ചെയ്യാനാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അതുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിൽ തന്നെ ഇവിടെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്, മയക്കുവടി ഏറ്റോ എന്നുള്ളത്. എങ്ങനെ കാണാം ഇതിനെ?
ശ്രീ ബിനു, ഈ തലക്കെട്ട് ഒരുപക്ഷെ ഏറ്റവും അക്ഷരാർത്ഥത്തിൽ ഏറ്റവും നല്ല ഒരു തലക്കെട്ടാണ്. മയക്കുവെടി ഏറ്റു. ഇത് യഥാർത്ഥത്തിൽ മയക്കുവെടിയാണോ, ഇത് ഏറ്റിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ആദ്യമേ അക്കാര്യത്തിൽ പറയാനുള്ളത്, നമ്മളുടെയൊക്കെ നാട്ടിൽ പൊതുവേ ഉള്ള ഒരു രീതിയുണ്ട്. എപ്പോഴും തനിക്ക് എതിരായി നിൽക്കുന്ന ഒരു മുതലാളിയുടെ മുമ്പിൽ ഒരു ദിവസമെങ്കിലും ഞെളിഞ്ഞു നിന്ന് 2 ഡയലോഗ് പറയണമെന്ന് ചിലരാഗ്രഹിക്കും. ഒരു ദിവസത്തേക്ക് മതി. അങ്ങനെ CPIക്ക് ഈ കഴിഞ്ഞ 9.5 വർഷമായി അനുഭവിച്ചു വന്ന ഈ നാണക്കേടിലും അവരെ 2ാം തരം പൗരന്മാരായി കാണിക്കുകയൊക്കെ ചെയ്യുന്ന, ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ തന്നെ ചോദിച്ചത് എന്താ, CPIയോ അതൊരു പാർട്ടിയാണോ, അതൊരു ചെറിയ പാർട്ടിയല്ലേ, ഈ ഒക്കെ രീതിയിലുള്ള അവഹേളനമുണ്ടായിരുന്നു. അങ്ങനെയുള്ള CPIക്ക് ഒരു ദിവസത്തേക്ക് ആളാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ നേട്ടം. ഈ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ പോലെ ന്യൂസ് മേക്കർ ഓഫ് ദി ഡേ എന്ന് ഒക്ടോബർ 29-ാം തീയതി CPIക്ക് ഒരു ദിവസത്തേക്ക് 24 മണിക്കൂർ നേരത്തേക്ക് അവർക്ക് ഒരു മാൻ ഓഫ് ദി ഡേ ആകാം. അത് മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ. ഇവിടെ CPIക്ക് വേറെ ഒരു വലിയ രാഷ്ട്രീയ നേട്ടം ഇതിലൂടെ വരുന്നുണ്ട്. അത് ഇവരെ പണ്ട് നേരത്തെ ശ്രീ ബിനു പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ കൂടെ ചേർന്ന് നിന്ന കാലത്തായിരുന്നു അടിയന്തരാവസ്ഥ. അത് പിന്നീട് ഇവർ 80-ൽ LDFിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവർ അതിനെ തള്ളിപ്പറയുകയും ചെയ്തു. SA ഡാങ്കെ പറഞ്ഞത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് നല്ലത്, പിൻവലിച്ചത് അതിനേക്കാൾ നല്ലത്. അതുപോലെ ഇപ്പോൾ CPIക്ക് CPMനെ കളിയാക്കാം. PM ശ്രീ ഒപ്പിട്ടത് നല്ലത്, പിൻവലിച്ചത് വളരെ നല്ലത് എന്ന് പറഞ്ഞ് തിരിച്ച് അങ്ങോട്ടൊന്ന് പറയാനുള്ള ഒരവസരം ഈ വിഷയത്തിലൂടെ കിട്ടി എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവും ഇതിനകത്തുണ്ടാകുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ചേർന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ ഒപ്പിട്ട ഒരൊപ്പാണിത്. അതിന് സാക്ഷികളുണ്ട്. കേന്ദ്രത്തിലെ 2-3 IAS ഉദ്യോഗസ്ഥർ, കേരളത്തിലെ 2-3 ഉദ്യോഗസ്ഥർ IAS. ഭാഗ്യവശാൽ ഇതിൽ കൂടുതൽ ഉദ്യോഗസ്ഥരും വനിതകളാണെന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ആ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയുകയില്ല. വേണമെങ്കിൽ ഈ കരാറിൽ നിന്ന് പിൻവലിയണമെങ്കിൽ അതിന് വ്യവസ്ഥയുണ്ട്. 30 ദിവസത്തെ സാവകാശം കൊടുത്തിട്ട് 2 കൂട്ടരും കൂടെ വിചാരിച്ചാൽ പിൻവലിക്കാം. ഈ കുടുംബ കോടതിയിലെ കേസ് പോലെയാണ്. ജോയിൻ്റ് പെറ്റീഷൻ ആണെങ്കിൽ 1 മണിക്കൂറിൽ അനുവദിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ വർഷങ്ങൾ എടുക്കും എന്നുള്ളതുപോലെ. അതുകൊണ്ട് CPIക്ക് ഈ മയക്കുവെടി കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ ഇന്ന് വരെ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും അല്പം എന്ന് പുറകോട്ട് പോകാൻ വേണ്ടി അത് ഇടവരുത്തി എന്നുള്ളത് മാത്രമാണ്. മറ്റൊന്ന്, ഇവിടെ ആരാണ് ജയിച്ചത് എന്ന് ചോദിച്ചാൽ, കേന്ദ്ര സർക്കാർ ജയിച്ചോ, അതേപോലെ കേരള സർക്കാർ ജയിച്ചോ, BJP ജയിച്ചോ, LDF ജയിച്ചോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ജയിച്ചു. ആരാണ് തോറ്റത് എന്ന് ചോദിച്ചാൽ ഇവരാരും തോറ്റില്ല. കേരളത്തിലെ ജനങ്ങൾ ഇളിഭ്യരായി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം ഒപ്പിട്ടു, വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതിനകത്തൊരു വലിയ നേട്ടമുണ്ടായി. ഒരുപാട് പേരെ ഞാൻ തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ രാജാവെന്ന് ബോധിപ്പിക്കാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, സ്വർണ്ണക്കൊള്ള ഇതിൻ്റെ ഇടയിൽ അങ്ങ് മുങ്ങിപ്പോയി. അത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതായിരുന്നു. അതങ്ങ് മുങ്ങി. ഇനിയിപ്പം നാളെ മുതൽ സംഭവിക്കാൻ പോകുന്ന എന്തായിരിക്കും? ഈ PM ശ്രീയും മുങ്ങിയിട്ട് ആശമാർക്ക് 1000 കൊടുത്തു, മറ്റേ ക്ഷേമം 400 രൂപ വെച്ച് വർദ്ധിപ്പിച്ചു, ജീവനക്കാർക്ക് ഒരു DA കൊടുത്തു എന്ന് പറഞ്ഞ് ഇതും സൈഡ് ലൈൻ ചെയ്തു പോകും. അതായത് ഭംഗിയായി രാഷ്ട്രീയത്തെ ഭംഗിയായി ജനങ്ങളുടെ ഇടയിൽ വിറ്റ് കാശാക്കാവുന്ന ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം തന്ത്രപൂർവ്വം എടുത്ത് പ്രയോഗിക്കാൻ ഈ മുഖ്യമന്ത്രിക്കായി. ഇവിടെ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയുടെ ദയനീയ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം CPIയുമായിട്ട് ചർച്ചയ്ക്ക് പോയിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു, CPMൻ്റെ പാർട്ടി കോൺഗ്രസ് നയമോ അഖിലേന്ത്യാ സെക്രട്ടറിയോ കേന്ദ്ര കമ്മിറ്റിയോ ഒന്നുമല്ല, ഞാനാണ് ഇവിടുത്തെ തീരുമാനം എടുക്കുന്ന ആളാണ് എന്നുള്ളത് അദ്ദേഹം ബോധ്യപ്പെടുത്തി. അതേസമയം കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയെ പ്രീതിപ്പെടുത്തി, ഞാൻ അങ്ങയുടെ PM ശ്രീയിൽ ഞങ്ങളുടെ ഗവൺമെൻറ് ഒപ്പിട്ട് തന്നല്ലോ. ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കിയത് മറ്റേത് സ്റ്റേറ്റ് ഇതിൽ ഒപ്പിട്ടതിനേക്കാൾ ഒരു സംശയം വേണ്ട, കേരളത്തെ കൊണ്ട് ഇതിൽ ഒപ്പിടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്
പ്രധാനമന്ത്രി വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ഒപ്പിടിയിപ്പിച്ചു എന്നുള്ളിടത്ത് പ്രധാനമന്ത്രി വിജയിച്ചു. ഇനിയിപ്പോൾ ED കുറച്ചാളത്തേക്ക് വിടുകയില്ല. ഇവിടെ ഈ മക്കളെ കൊണ്ട് മക്കളോട് എങ്ങനെ ആയിരിക്കണം സ്നേഹം കാണിക്കേണ്ടതെന്ന് ദൃശ്യം സിനിമ നമ്മളെ കാണിച്ചു തന്നു. പക്ഷേ ദൃശ്യം സിനിമയെ പോലും കടത്തി വെട്ടിക്കൊണ്ട SFIOയുടെ കേസിൽ ഇതാ കണ്ടല്ലോ, ലാവലിൻ്റെ പിന്തുടർച്ചയായിട്ട് അവിടെ വക്കീൽ ചെല്ലുന്നില്ല. ഇത് ഇപ്പോൾ കേരളത്തിലെ BJPയും CPMും തമ്മിൽ വലിയ ധാരണയുണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ എനിക്കങ്ങ് കേന്ദ്രത്തിലാണ് പിടി എന്ന് പറയുന്നത് പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു സംശയവും വേണ്ട. ഈ ഒപ്പിട്ടത് തന്നെ എപ്പോഴാണ്? ഒക്ടോബർ 10-ാം തീയതി അദ്ദേഹം പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യുന്നു, ഇല്ലേ? 6 ദിവസം കഴിഞ്ഞ് 16-ാം തീയതി ഇത് എഗ്രിമെൻ്റ് റെഡിയാക്കുന്നു. 17-ാം തീയതി ഒപ്പിടുന്നു. 17-ാം തീയതി രാത്രിയിൽ ഒപ്പിടുന്നു. നോക്കൂ, ഒരാഴ്ച കൊണ്ട്. ആ സമയത്താണ് SFIOയുടെ കേസും അവിടെ വരുന്നത്. ഇതൊക്കെ കൂടെ കൂട്ടി വായിച്ചാൽ ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ വാർത്തകളെ തിരിച്ചുവിടാൻ ഇതുപോലെ പ്രാഗൽഭ്യമുള്ളൊരു മുഖ്യമന്ത്രി ഉണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ സ്വർണ്ണക്കൊള്ള, ED അതെല്ലാം ഇതിൻ്റെ ഇടയിൽ മുങ്ങി. എല്ലാവരും 2 ദിവസം ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞു. CPIയുമായുള്ള ഈ ഒരു തർക്കവും മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ചർച്ചകൾ എല്ലാം. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് ഒന്നുമല്ലാത്ത രീതിയിലേക്ക് എത്തി നിൽക്കുന്നു. പിന്നെ ഇവിടെ സാദിഖ് സാർ പറഞ്ഞതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാൻ സാധിക്കും. പ്രധാനമന്ത്രിയുടെയും BJP അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെയും ഗുഡ് ബുക്കിലേക്ക് കയറാൻ സാധിച്ചു. അതെ, അതാണ് ഇതിൽ നടന്ന യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10-ാം തീയതി ഡൽഹിയിൽ പോയി മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുമായിട്ട് അമിത്ഷായുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. 16-ാം തീയതി എഗ്രിമെൻ്റ് തയ്യാറാകുന്നു. അതിനുശേഷം 22-ാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ പോലും വയ്ക്കാതെ അടുത്ത ദിവസം കരാർ ഒപ്പിടുകയാണ്. ഇതിൽ പൂർണ്ണമായും വിജയിച്ചത് പ്രധാനമന്ത്രിയും BJP കേന്ദ്ര നേതൃത്വവുമാണ്. അവരുടെ ഒരു ഗുഡ് ബുക്കിലേക്ക് പിണറായി വിജയനും അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനും കയറാൻ വേണ്ടി സാധിച്ചു, ഗുഡ് ബുക്കിലായി കഴിഞ്ഞു. അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ ഇപ്പോഴും നേരത്തെ എൻ്റെ സുഹൃത്ത് ശ്രീ സതീഷ് വസന്ത് പറഞ്ഞതുപോലെ ധാർമ്മികത, മാർക്സിസ്റ്റ് പാർട്ടിക്ക് CPMനും പിണറായി വിജയന് എന്ത് ധാർമ്മികതയാണ് പറയാനുള്ളത് ഈ വിഷയത്തിലല്ല, ഏത് വിഷയം എടുത്ത് നോക്കിയാലും അവിടെ എന്ത് ധാർമ്മികതയാണുള്ളത്? നിങ്ങൾക്ക് 2022 ഈ PM-ശ്രീ പദ്ധതി ഇന്ത്യയിൽ നടപ്പാക്കാൻ പോയത്. അപ്പോൾ ആ നടപ്പാക്കാൻ പോയപ്പോൾ അന്ന് മുതൽ 2025 ഒക്ടോബർ മാസം വരെ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം വരെ അതിൽ വാർത്തകളിലൂടെ, പ്രഖ്യാപനങ്ങളിലൂടെ, പ്രസംഗത്തിലൂടെ, എഴുത്തിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ എതിർത്തതിന് ശേഷം ഇവിടെ ഒക്ടോബർ 23-ന് നിങ്ങൾ എഗ്രിമെൻ്റ് ഒപ്പിടുകയാണ്. അവിടെ എന്ത് ധാർമ്മികതയാണുള്ളത്? അത് മാത്രമല്ല, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് 2024 മാർച്ച് മാസത്തിൽ തന്നെ 2024 മാർച്ചിൽ തന്നെ സംസ്ഥാനം എഗ്രിമെൻറ്റിൽ ഒപ്പിടാൻ തയ്യാറായി എന്നാണ്. അപ്പോൾ ഒപ്പിടാൻ കേന്ദ്രത്തിനോട് സമ്മതിക്കുക, ഔദ്യോഗികമായി ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തി സമ്മതം മൂളുകയും ഇവിടെ PM-ശ്രീ പദ്ധതിക്ക് എതിരായി വർത്തമാനങ്ങൾ പറയുകയും സെമിനാറുകൾ സംഘടിപ്പിക്കുകയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ SFIയുടെയൊക്കെ സമരങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒപ്പിടാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ധാർമ്മികതയാണ് ഇതിലുള്ളത്? ഒരു ധാർമ്മികതയുമില്ല. ഇന്ന് പറയുന്ന കാര്യം മാർക്സിസ്റ്റ് പാർട്ടി നാളെ മാറ്റി പറയും. അതിന് ഏതൊരു തർക്കവുമില്ല. അതാണ് നമ്മുടെ ചരിത്രം. കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് പറയുന്ന കാര്യം നാളെ കൃത്യമായി മാറ്റി പറഞ്ഞിരിക്കും. വാക്കും പ്രവൃത്തിയും രണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്. പ്രിയപ്പെട്ട BJPയുടെ വക്താവ് ഇവിടെ പറയുകയുണ്ടായി, VD സതീശൻ എന്തോ പറഞ്ഞില്ല എന്ന്. VD സതീശനാണോ ഇവിടെ ഒപ്പിടാൻ വേണ്ടി സമ്മതം മൂളിയത്? VD സതീശൻ്റെ നയങ്ങൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ PM-ശ്രീയിൽ ഒപ്പിടാൻ VD സതീശൻ നിർബന്ധിച്ചോ, പറഞ്ഞോ? ഇവിടെ BJP വക്താക്കളും ചില മാർക്സിസ്റ്റ് പാർട്ടിക്കാരും VD സതീശൻ PM-ശ്രീയിൽ ഒപ്പിടാൻ പറഞ്ഞു എന്നൊക്കെ ചില വാർത്തകളും ചില ഈ ചർച്ചയിലൊക്കെ വർത്തമാനങ്ങൾ പറയുന്നത് കേട്ടു. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ കേന്ദ്ര പദ്ധതിയിൽ നിന്നുള്ള തുക വാങ്ങണം. അത് PM-ശ്രീയിൽ ഒപ്പിട്ടുകൊണ്ടല്ല. ഇവിടെ തമിഴ്നാട് ചെയ്യുന്നത് പോലെ ഇതിൽ നിയമപരമായി സമീപിച്ചുകൊണ്ട്, സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമ പോരാട്ടം നടത്തി കേന്ദ്ര ഫണ്ട് ഫെഡറൽ സംവിധാനമായ സ്റ്റേറ്റിനുള്ളത് സ്റ്റേറ്റ് വാങ്ങണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളുടെ നയത്തിനും ഞങ്ങളുടെ പ്രഖ്യാപനങ്ങൾക്കും ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ കേട്ടാ തോന്നുന്നു ഞങ്ങൾ പറഞ്ഞിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഒപ്പിട്ടു എന്നാണ്.
സതീഷ് വസന്ത്, ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും ഇത്തരത്തിൽ തമിഴ്നാടിനെ അനുകരിക്കുകയും തമിഴ്നാടിൻ്റെ നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി ഇക്കാര്യം വന്നപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് മാറിയത്? അത് ED ഭയന്നാണോ? നോക്കൂ ബിനു, അതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട നമ്മളെ അഖില് BJPയിലെ വക്താവ് ഇവിടെ പറയുന്നേറ്റു. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ പദ്ധതിയിൽ നിന്നും പിറകോട്ട് പോയത് സുപ്രഭാതത്തിലെ എഡിറ്റോറിയൽ പേജിൽ കണ്ടുകൊണ്ടെന്ന്. നോക്കൂ അഖിലെ, സുപ്രഭാതമോ ജന്മഭൂമിയോ അല്ലെങ്കിൽ വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയൽ കണ്ടിട്ടല്ല ഇടതുപക്ഷ സർക്കാർ ഒരു നയ തീരുമാനം എടുക്കുന്നത്. അത് മനസ്സിലാക്കണം. ഇപ്പം CPIക്ക് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തില്ലാന്ന് അതിൻ്റെ ഒപ്പിടുന്ന മുമ്പേ അവരുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഈ പദ്ധതിയിൽ നിന്നും ഒരു ഉപസമിതിയെ വെച്ചുകൊണ്ട് CPM ചെയ്യാൻ തോന്നി. അത് എല്ലാവരും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അത് CPI 2 മന്ത്രിമാരും വെച്ചുകൊണ്ട് ചെയ്യുന്നത്. അതെന്താണ് അങ്ങനെ ചെയ്യുന്നത്? ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആരാണ്? CPM ആണ്. അപ്പോൾ CPMന് അതിൻ്റെ ഇതുകൊണ്ട് CPIയെയും ഘടകകക്ഷികളെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അത് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതും CPMഉം അത് ആണ്. അത് കുഴപ്പമെന്ത്, അവർ വലിയേട്ടൻ തന്നെ, ഒരു സംശയമില്ല. ഇപ്പം UDF എന്ന് പറയുന്നത് വലിയേട്ടനാരാണ്? കോൺഗ്രസ് ആണ്, ഒരു സംശയമില്ല. എല്ലാ സ്ഥലത്തും അതങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സുപ്രഭാതമോ അല്ലെങ്കിൽ ഒരു ജന്മഭൂമിയെ കണ്ടുകൊണ്ട് അല്ല ഈ ഇടതുപക്ഷ സർക്കാർ ഒരു തീരുമാനവും എടുക്കുന്നത്. 2, അദ്ദേഹം പറയാനായിട്ട് അദ്ദേഹം കേരളത്തിൽ തന്നെ ജീവിക്കണമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം അദ്ദേഹം പറയാനായിട്ട് സ്കൂളുകളെല്ലാം ഈ PM-ശ്രീക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഇപ്പോൾ ഒപ്പിട്ടത് ഇപ്പോഴാണല്ലോ. ഇപ്പോഴത്തെ സ്കൂളുകളെല്ലാം പാമ്പ് കടിയേറ്റും അതുപോലെ തന്നെ ഇടിഞ്ഞു വീഴാറായ സ്കൂളുകളിലാണ് കുട്ടികൾ പഠിക്കുന്നത്. എൻ്റെ അഖിലെ 2 ലക്ഷത്തിൽ ചില്ലാനം പൊതുവിദ്യാഭ്യാസം കുട്ടികൾ പ്രൈവറ്റിൽ നിന്നും നമ്മൾ പൊതുവിദ്യാഭ്യാസത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ സ്കൂൾ സ്മാർട്ട് സ്കൂളുകളാണ്. അഖിലൊന്ന് സ്കൂളിൽ കയറി നോക്കൂ. അദ്ദേഹം ABPയിൽ ഇരുന്നപ്പോഴത്തേക്കായിരിക്കും പോയിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് സ്കൂളിലൊക്കെ കയറി നോക്കൂ. ഇന്ന് കേരളത്തിലെ ഏത് സ്കൂളാണ് അങ്ങനെ ഇരുന്നിട്ടുള്ളത് നോക്കൂ. എല്ലാം ഇപ്പം AC സ്കൂളുകളാണ്, സ്മാർട്ട് സ്കൂളുകളാണ്. അതുപോലെ തന്നെ പ്രൈവറ്റിൽ നിന്നും പൊതുമേഖലയിലേക്ക് കൂടുതൽ കുട്ടികൾ വന്നിട്ടുള്ള സമയമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് PM-ശ്രീയിൽ ഒപ്പിട്ടിരുന്നെങ്കിൽ ഇതിനു മുമ്പേ വളരെ പറഞ്ഞതുപോലെ ഒരുപാട് സ്കൂളുകളൊക്കെ ഈ പ്രശ്നങ്ങളുള്ള സ്കൂളുകളുണ്ട്. നമ്മൾ കൊല്ലത്തൊക്കെ ഇപ്പം ഈ അടുത്ത സമയത്ത് മറ്റേ വൈദ്യുതാഘാതമേറ്റ് കുട്ടി മരിച്ച സംഭവമുണ്ട്, ഈ കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില സ്കൂളുകൾക്ക് മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നിരുന്നാലും എല്ലാ സ്കൂളുകളുടെ അവസ്ഥ അല്ല. ഞാൻ പറയട്ടെ, എവിടെയുണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കും. നിങ്ങൾ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ പറയും ആ സ്കൂളുകളെല്ലാം സ്മാർട്ടാക്കണം. നോക്കൂ, തിരുവനന്തപുരം ജില്ലയുടെ എടുത്ത് നോക്കൂ. തിരുവനന്തപുരം ജില്ലയിൽ ഏത് സ്കൂളാണ്? നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ സംസാരിക്കുകയല്ലേ. തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ ഒരു സ്കൂൾ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? അത് ഏതെങ്കിലും ജനൻ TVയുടെ പറയൂ, അല്ലെങ്കിൽ നിങ്ങൾ ജയ്ഹിന്ദ് പോകൂ. ഏതെങ്കിലും ഒരു സ്കൂളുകൾ അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും പിന്നെ എന്തിനാണ് നമ്മൾ PM-ശ്രീയിൽ ഒപ്പിടുന്നത്? PM-ശ്രീയിൽ ഒപ്പിടുന്നത് നിങ്ങൾക്കറിയാമല്ലോ. കുറേ കുട്ടികൾക്ക് അവർക്ക് കിട്ടേണ്ട ഗ്രാൻഡ് ഇതെല്ലാം എന്ന് പറയുന്നത് 2023 വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2023 ശേഷം ഈ കേന്ദ്ര സർക്കാർ ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ തരൂല എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് 1400 കോടി രൂപ നമുക്ക് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം അഭിലാഷ് പറയുന്നു, പറയുന്നിട്ട് അഭിലാഷ് പറയുന്നത് ഇത് കേന്ദ്രത്തിൽ പോയിട്ട് കോടതി പോയിട്ട് അത് വാങ്ങിച്ചോട്ട്. അഭിലാഷ് ഒന്ന് ആലോചിക്കണം. സർക്കാർ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇത് ഒരു ഫെഡറൽ സിസ്റ്റമാണ്. ആ ഫെഡറൽ സിസ്റ്റത്തിന് നമ്മളെ സ്റ്റേറ്റിൽ നിന്ന് പിരിച്ചുകൊണ്ട് വന്ന ടാക്സാണ് അവർ തിരിച്ച് നമുക്ക് തന്നത്. ആ തരുമ്പോഴത്തേക്ക് നോക്കൂ, നമുക്ക് കിട്ടാൻ അർഹതയുള്ള പൈസ നമുക്ക് തന്നിട്ടുണ്ടോ? നമ്മൾ സുപ്രീം കോടതി പോയിട്ടല്ലേ വാങ്ങിച്ചത്? നിങ്ങൾക്കറിയാലോ. വയനാട് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വയനാട് വന്ന പ്രൈം മിനിസ്റ്റർ ഈ ദുരന്തം ഉണ്ടായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് 1 രൂപ നമുക്ക് തന്നിട്ടുണ്ടോ? വേറെ ഉള്ള സംസ്ഥാനങ്ങൾ തെലങ്കാന ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ ചോദിക്കുന്നുമ്പോ കൊടുത്തില്ലേ? ഇവിടെ എന്താണ് നിങ്ങൾ കണക്ക് കൊടുത്ത അപ്പൊ ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നത് എന്താണ്? ദേശീയ വിദ്യാഭ്യാസ നയം RSS അജണ്ടയാണെന്നാണ്
അന്ന് MA ബേബി ഉൾപ്പെടെ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞത്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഞാൻ പറയുന്നത് എന്നാണ് ബേബി പറഞ്ഞത്. അഭിലാഷ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സംവിധാനം നമ്മളെ NCERT വഴി നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മൾ പരിശോധിക്കുന്നേ, ഒരു സംശയവും അല്ല. ബഹുമാനപ്പെട്ട മുൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ പറഞ്ഞെന്താണ്, നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരും, സ്വാതന്ത്ര്യം കിട്ടിയതിനൊക്കെ ചവിട്ടുകുറ്റയിടും, ഇവിടെ ഗോഷയൊക്കെ നടക്കോ? ഇതൊക്കെ നടക്കോ? കേരളത്തെ സംബന്ധിച്ച് നടക്കൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം BJPയുടെ വക്താവ് ഇരിക്കണല്ലോ, അവരെ അഭിലാഷിനെ അറിയാലോ, വടക്കേ ഇന്ത്യയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്, ബീഫ് കൈ വെച്ചിരുന്നാൽ വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ ബീഫിനെ വളർത്തിയ കൊട്ടിക്കൊല്ലും. കേരളത്തിൽ നടക്കൂ. കേരളത്തിൽ ഭാഷയായിരുന്നാലും ആഹാരമായിരുന്നാലും അവരെ വസ്ത്രമായിരുന്നാലും ഇവിടെ നടക്കൂ. കേരളത്തിൽ നടക്കാത്തതൊന്നും. ഇവിടെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ളത് വേറെ ഏത് സംസ്ഥാനമുണ്ട്? വേറെ ഏത് സംസ്ഥാനം എന്താണ്? അഖിലിലേക്ക് ഒന്ന് പോവുകയാണ്. അഖിൽ, ഈ RSS സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുക, അതോടൊപ്പം തന്നെ ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുക, സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോകുക, ഇതാണ് ഇതിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. പിന്നെ 2 മിനിറ്റ്. ഒന്ന്, ഇടതുപക്ഷ സർക്കാർ ഈ ചർച്ചയിൽ പ്രതിനിധീകരിക്കുന്ന ആൾ കേൾക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ കേരളത്തിൽ മഴയിൽ സ്കൂളുകൾ ഇടിഞ്ഞു വീഴുന്നവരുടെ കണക്ക് അനുസരിച്ചാൽ പത്തനംതിട്ടയിൽ 4, ആലപ്പുഴയിൽ 3, ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി കൊല്ലത്ത് 1, തിരുവനന്തപുരം ജില്ലയിൽ സ്കൂൾ കെട്ടിടം മേൽക്കൂര അത് കാറ്റിൽ തകർന്നു പോയത് 6 എണ്ണം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഇത്രയും പൊന്തൂവൽ മതിയെങ്കിൽ ഞാൻ ഇനി വേണമെങ്കിൽ ഞാൻ വീണ്ടും എടുത്ത് അങ്ങേക്ക് മുമ്പിൽ പറയാം. അത് ഒരു മാധ്യമവും പോണ്ട, അങ്ങ് ഒന്ന് റോട്ടിലിറങ്ങി നിന്ന് പൊതുസമൂഹത്തിലെ ജനങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും. നിങ്ങളെല്ലാവരും പഴയ ഗീർവാണത്തിൻ്റെ പരിപ്പുവടയും കട്ടൻ ചായയും കുടിച്ച കാലം കഴിഞ്ഞ് നിങ്ങൾ ശീതീകരിച്ച മുറിയിൽ കരിമണൽ ഖനനം നടത്തി നിങ്ങൾ കൊള്ളയടിച്ച് നിങ്ങൾ എന്നാണോ CPMനെ വാഴ്ത്തുപാട്ട് പാടാൻ ആ LDFിലെ മുഴുവൻ ഘടകകക്ഷികളും തയ്യാറായത്, അന്നു മുതൽ ഈ നാട്ടിൽ അപജയമാണ്. ഇനി എന്നെക്കൊണ്ട് പറയിക്കരുത്. പിന്നെ നേരത്തെ പറയുന്നത് കേട്ടു, ഏതെങ്കിലും ഒരു പത്രത്തിലെ എഡിറ്റോറിയൽ കണ്ടാൽ മുട്ടുവിറയ്ക്കുന്നവരാണോ അങ്ങനെ പിന്തിരിയുന്നവരാണോ CPM LDF എന്ന് ചോദിച്ചു. അതിനുള്ള മറുപടിയും എൻ്റെ കയ്യിലുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ കാലങ്ങളിലെടുത്ത തീരുമാനങ്ങൾ, നിലപാടുകളിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറയണം. ക്ലാസുകളിലെ സമയക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടെടുത്തപ്പോൾ ആദ്യം അതിനെതിർപ്പുമായി വന്നത് സമസ്ത. അതിനുശേഷം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എളുപ്പത്തിൽ യൂണിഫോം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആരംഭിച്ച യൂണിഫോമിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായി നടപ്പിലാക്കിയ ആ യൂണിഫോം എന്തായി? അതിൻ്റെ പദ്ധതി ഇപ്പോഴും നടപ്പിലാക്കുന്നുണ്ടോ? ഏതെങ്കിലും സ്കൂളിലെ കുട്ടികൾ ഇട്ടുവരുന്നുണ്ടോ? ഏറ്റവും അവസാനം എറണാകുളം ജില്ലയിലെ ഹിജാബ് എന്തായി? ഇറക്കിയല്ല, മുട്ടിലെഴയാണ് ശിവൻകുട്ടി ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് പറഞ്ഞു പറ്റിക്കുന്നതെന്ന്, നിങ്ങൾ ആരോടാണ് ഈ കള്ളം പറയുന്നത്? നമ്മളുടെ മുമ്പിൽ സത്യമായി തെളിവായി ഉദിച്ചു നിൽക്കുന്ന സൂര്യനെപ്പോലെ ഈ സത്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ നിങ്ങൾ വന്നിരുന്നു വീണ്ടും ഇങ്ങനെ കണ്ണടച്ചു കള്ളം പറഞ്ഞ് എത്ര നാൾ നിങ്ങൾക്കിങ്ങനെ ജനങ്ങളെ പറ്റിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നു കേട്ടോ, VD സതീശൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്ന്. ഞാനത് തന്നെയാണ് പറഞ്ഞത്. VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആരും ഇതുവരെ PM ശ്രീ പദ്ധതിയുമായി പിറകോട്ട് പോകണമെന്ന ഒരാവശ്യവും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ആദ്യമായി ഉന്നയിച്ചു കേട്ടയാൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവാണ് എന്നതാണ് ഞാൻ പറഞ്ഞത്. കാരണം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുന്ന മുന്നോട്ട് പോകാൻ, അവരുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന പദ്ധതി തന്നെയാണ് PM ശ്രീ എന്ന കാര്യത്തിൽ സംശയമില്ല എന്നതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഞാൻ ഒരു കാര്യം കൂടി, നേരത്തെ ഇവിടെ LDFിൻ്റെ പ്രതിനിധി പറയുന്നത് കേട്ടു, BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞത് കേട്ടില്ലേ, അങ്ങനെയൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും അങ്ങ് കേട്ടില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെയോ ചരിത്രം, രാഷ്ട്രീയ മണ്ഡലത്തിലെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ CPMകാരനും കമ്മ്യൂണിസ്റ്റുകാരനും മുസ്ലിം ലീഗുകാരനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിച്ചു പഠിപ്പിക്കാൻ സാധിക്കില്ല.
ഇന്ത്യയുടെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ, രാഷ്ട്രീയ ഭൂപടത്തിൻ്റെ ചരിത്രം വിദ്യാർത്ഥികളിൽ മുമ്പിൽ വരച്ചു കാട്ടുമ്പോൾ ആ ചരിത്രത്തെ ആ രീതിയിൽ കൊണ്ടുപോകാനേ സാധിക്കൂ. ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ശിവൻകുട്ടിക്ക് ഇഷ്ടമുള്ള ആളെ സ്വാതന്ത്ര്യ സമര സേനാനിയായി പഠിപ്പിക്കാനും ശിവൻകുട്ടിക്കും ശിവൻകുട്ടിയുടെ പാർട്ടിക്കും ഇഷ്ടമില്ലാത്തയാളെ സ്വാതന്ത്ര്യ സമര സേനാനികളല്ലാതെ പഠിപ്പിക്കാനും സാധിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഗാന്ധിജിക്ക് പകരം ഗോഡ്സെ പഠിപ്പിക്കുമോ? ഗാന്ധിക്ക് പകരം ഗോഡ്സെ പഠിപ്പിക്കുന്ന എന്തിനാണ്? ഞാൻ എടുത്തു പറയാം, നിങ്ങൾ അത് ചോദിച്ചത് കൊണ്ടാണ്. കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്? ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ എന്ന് പഠിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ തന്നെ എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ ഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം RSSന് അതിനുമായി ഒരു ബന്ധമില്ല എന്നുള്ള കാര്യം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സോമനാഥ് ചാറ്റർജി ആരാണ്? LDF വക്താവ് പറയും സോമനാഥ് ചാറ്റർജിയാണ്. LDF ഈ CPM ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിരുന്ന സോമനാഥ് ചാറ്റർജിയുടെ അനുജനാണ് ഈ ഗോഡ്സെ എന്ന് പറയുന്നത്. ഞാൻ പറയട്ടോ, ഈ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും നടക്കുന്നത് പോലെ, അവർ കൊന്നു തള്ളിയതുപോലെ, കേരളത്തിലെ സാധാരണക്കാരെ കൊന്നു തള്ളിയതുപോലെയാണ് ഗാന്ധിയെ കൊന്നത് CPM ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ? ഗാന്ധിയെ കൊന്നത് CPM ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ? CPM ആണെന്ന് പറയാം, പിന്നെ RSS ആണെന്ന് നിങ്ങൾ എങ്ങനെ പറയാം? ചുമ്മാ വന്നിരുന്നു വെള്ളിയാഴ്ച ഇല്ലാതെ പറയരുത്. ഗോഡ്സെ ഹിന്ദുസേനയുടെ പ്രവർത്തകനാണ്. ഗോഡ്സെ RSSന്റെ പ്രവർത്തകനല്ല. അടിവരയിട്ട് പറയുന്നു, ഗോഡ്സെ RSSന്റെ പ്രവർത്തകനല്ല, ഹിന്ദുസേനയുടെ പ്രവർത്തകനാണ്. ഈ രാജ്യത്തിൽ CPMന്റെ കുറെ സംഘടനകളുണ്ടല്ലോ, SFI, DYFI, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, പോട്ടെ, ആരുമില്ലാത്ത ജനതാദളിന്റെ കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ പറയുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരെങ്കിലുമൊക്കെ തയ്യാറാവും. അതുപോലെ പല സേനകളും ഈ നാട്ടിലുണ്ടാകുന്നേ. ആ സേനകൾ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട, അല്ലെങ്കിൽ അതിന്റെ ഒന്നും മറ്റേ പ്രതിത്വം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം RSSനില്ല. RSS ഇന്ത്യ മഹാരാജ്യത്തിൽ 100 വർഷം തികഞ്ഞു നിൽക്കുന്ന ഒരു സന്നദ്ധ സേവന സംഘടനയാണ് RSS എന്ന് പറയുന്നത്. ഒരു പിളർപ്പില്ലാത്ത, ഒരു കലർപ്പില്ലാത്ത, ഒരു തരത്തിൽ പോലും പിന്നോട്ട് പോകാത്ത, ആശയം മുന്നോട്ട് വെച്ച് അടിപതറാതെ മുന്നോട്ട് പോകുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏക സന്നദ്ധ സംഘടനയാണ് RSS. നിങ്ങൾ പറ, 1925 രൂപീകരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, അങ്ങനെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പോലും 30 തവണ പിളർന്നു. ജോസ് തെറ്റേലിന്റെ കൂടെ, ആ മറ്റേ ആളുടെ കൂടെ, മറിച്ച ആളുടെ കൂടെ. ശരി അഖിൽ, AK സാദിഖ് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ RSSന്റെ ചരിത്രം ഒന്നും പറഞ്ഞിരിക്കാൻ സമയമില്ല. RSS സങ്കല്പത്തിലുള്ള ദേശീയത അടിച്ചേൽപ്പിക്കുക, ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക അല്ല, എന്റെയും ബിനുവിന്റെയും രക്തത്തിലുള്ളതാണ്. അത് ഈ നാടിന്റേതാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് PMശ്രീയുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. അതായത് ഹിന്ദുത്വ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുക, അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് പോകുക, പ്രധാനമന്ത്രിയുടെ ചിത്രവും സ്കൂളിൽ സ്ഥാപിക്കണം, PMശ്രീ എന്ന ബോർഡ് വയ്ക്കണം. ഈ ഒരു ഘട്ടത്തിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും. പക്ഷേ ഇപ്പോൾ ഇവിടെ ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയൊക്കെ പറയുന്നത് അതിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അങ്ങനെ കഴിയുമോ? അതായത് ഒരു കരാർ എന്ന് പറയുമ്പോൾ അതിലെ എല്ലാ കരാറുകളും ഒരുപോലെ ബാധ്യമാണ് രണ്ടു കൂട്ടർക്കും. അതിൽ ഇന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഇന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് നമ്മൾക്ക് പറയാൻ കഴിയുകയില്ല. അതിനെ കരാർ എന്ന് പറയാനൊക്കില്ല. ഇനി ഒപ്പിട്ട കരാറുകളിൽ നിന്നൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ പിന്മാറാനും പറ്റില്ല. അതെ, ഇന്ത്യയിൽ തന്നെ ആണവ കരാർ, ആസിയാൻ കരാർ, ഘാട്ട് കരാർ, എന്തിനേറെ പറയുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ SNC ലാവലിൻ കരാർ ഉൾപ്പെടെയുള്ള ഒന്നും തന്നെ ഒപ്പിട്ടതിൽ നിന്ന് ഇന്ന് വരെ പിന്തിരിയാൻ പറ്റിയിട്ടില്ല. അത് നമ്മളുടെ മുന്നിൽ പച്ചയായി യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ്. ഇനി ഇവിടെ എന്താണ് വിഷയം? ഇവിടെ ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവിടെ പാഠ്യപദ്ധതിയൊന്നും അല്ല ഞങ്ങൾക്ക് വിഷയം. 1466 രൂപ കിട്ടാൻ കിടപ്പുണ്ട്. അത് ഇതിൽ ഒപ്പിടാത്തത് കൊണ്ട് സർവശിക്ഷ കേരള, പണ്ടത് സർവശിക്ഷ അഭിയാനായിരുന്നു, അതിൽ കിട്ടാനുള്ള രൂപ പോലും ഇതിൽ ഒപ്പിടാത്തത് കൊണ്ടാണ് കിട്ടാത്തത്. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഈ ഒപ്പിടാൻ പോകുന്നതെന്നൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്ത്രം പഠിപ്പിച്ചു കൊടുക്കുക. KM മാണി കേരള നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാതിരിക്കാനുള്ളൊരു തന്ത്രം വളരെ വിജയകരമായി നടത്തി പരാജയപ്പെട്ട ആളാണ്. ഈ തന്ത്രം പറയുന്നതെന്നുള്ളത് ലൈവായി നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി ഇവിടെ ആ പണം കിട്ടിയാൽ എന്താ ചെയ്യാൻ കഴിയുക? കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങളൊക്കെ നവീകരിക്കാൻ കഴിയും. സ്കൂൾ ഗ്രൗണ്ടുകൾ, ലാബ്, ലൈബ്രറി, ഇതൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതേ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമല്ലേ പറഞ്ഞ് വിദേശത്ത് നിന്ന് വരുന്നവരൊക്കെ സർക്കാർ സ്കൂൾ കണ്ട് 5 സ്റ്റാർ ഹോട്ടലാണെന്ന് പറഞ്ഞ് അബദ്ധം പറ്റി കയറി കഴിക്കാൻ എന്തുണ്ട്, ഒരു പ്ലേറ്റ് എടുക്ക് എന്ന് പറഞ്ഞത് ഇതേ മന്ത്രിയല്ലേ? അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞ അതാണോ ശരി?
അതല്ല ഈ പൈസ കിട്ടിയാൽ ഈ സ്കൂളുകൾ നന്നാക്കാമെന്ന് ഇപ്പോൾ പറയുന്നതാണോ ശരി എന്ന് ചോദിച്ചാൽ അതും ശരിയല്ല, ഇതും ശരിയല്ല. ശരിയായതൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇക്കാര്യത്തിൽ പറയേണ്ടി വരുന്നത്. ഇവിടെ മറ്റൊരു വിഷയമുണ്ട്. കേന്ദ്രത്തിൻ്റെ PM ശ്രീ മാത്രമല്ല പദ്ധതികൾ, വേറെ പല പദ്ധതികളുമുണ്ട്. ഇവിടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP 2020, ആ NEP കേരളത്തിലെ കാർഷിക സർവകലാശാല വെള്ളായണിയിൽ അവിടെ മണ്ണൂത്തിയിലൊക്കെ നടപ്പിലാക്കി. അവിടെ SFIക്കാർ ഇതിൻ്റെ ഭാഗമായി ഡിഗ്രിയുടെ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ ഭയങ്കര രൂക്ഷമായ സമരമാണ്. കാരണം 9.5 കൊല്ലമായി ഒന്നും ചെയ്യാൻ വയ്യാതിരുന്ന സമരം മുഴുവൻ അവിടെ കൊണ്ടുപോയി തീർക്കുക. അപ്പോൾ CPM ഭരിക്കുന്ന, അവർക്ക് പ്രാധാന്യമുണ്ട്, രണ്ടാം കക്ഷിയായ 4 മന്ത്രിമാരുള്ള CPIയുടെ കൃഷി വകുപ്പിൻ്റെ കീഴിൽ പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതി നടപ്പിലാക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെക്ക് സഭ്യമല്ലാത്ത ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. എനിക്കത് പറ്റാത്തത് കൊണ്ട് ഞാൻ ആ ചോദ്യം ഹൗ മെനി എന്നുള്ളതൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ഒരേ ഗവൺമെൻറ്റിൻ്റെ 2 പാർട്ടികൾക്ക് 2 നിലപാട്. PM ഉഷ, അതും പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പദ്ധതിയാണ്, അതും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ മന്ത്രി ചോദിച്ചത് എന്താ? അത് കൃഷിക്ക്, ഉന്നത വിദ്യാഭ്യാസത്തിന്, ആരോഗ്യത്തിന് ഒക്കെ നമ്മൾ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നില്ലേ? അപ്പോൾ പിന്നെ ഇതിനും കൂടെ വാങ്ങിച്ചാൽ എന്താ കുഴപ്പം? എന്താണ് ഈ പദ്ധതി? ഈ പദ്ധതി മഹാകുഴപ്പമാണെന്ന് തീരുമാനമെടുത്തത് പാർട്ടി കോൺഗ്രസ്സാണ്, CPMൻ്റെ. ആ പാർട്ടി കോൺഗ്രസും കേന്ദ്ര കമ്മിറ്റിയുമൊക്കെയാണ്. അപ്പം വിഷയം ഇതൊന്നുമല്ല. ഇവിടെ വേറെ ഒരു ED വന്നു, അങ്ങനെയുള്ള ചില SFIO വന്നു. ഇതിൽ നിന്നൊക്കെ പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഇതൊപ്പിട്ട് ഒന്ന് മയപ്പെടുത്തണമെന്നുള്ളത് മാത്രമാണ്. ഇനി ഇവിടെ CPM-ഉം BJP-യുടെയും പ്രതിനിധികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഗവൺമെൻറ്റിന് വേണ്ടി വാദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ എല്ലാ സ്കൂളുകളും മെച്ചപ്പെട്ടതാണ് എന്ന് പറയുന്നതും തെറ്റ്, എല്ലാം പാമ്പ് കയറുന്നതാണെന്ന് പറയുന്നതും തെറ്റ്. കാലാകാലങ്ങളിൽ കുറേ കെട്ടിടങ്ങളൊക്കെ നന്നാവും. അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും, ഗവർണർ ഭരിച്ചാലും, ആര് ഭരിച്ചാലും പുരോഗതി, മാറ്റങ്ങൾ അതിൻ്റേതായ രീതിയിലുണ്ടാവും. കേന്ദ്രം വലിയ ന്യായം പറയണ്ട. ട്രംപ് വന്നപ്പോഴത്തേക്ക് ചേരികൾ കാണാതിരിക്കാൻ വേണ്ടി ചാക്ക് കെട്ടി മറച്ചതും, ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷ മലിനീകരണവും മറ്റേ ഇതുമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മിനറൽ വാട്ടർ ഒഴിച്ച് അവിടെ ഇത് ചെയ്യുന്നതുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇവിടെ ഞങ്ങൾ മാത്രമാണ് മെച്ചമെന്ന് ആർക്കും അവകാശപ്പെടാനൊന്നും പറ്റില്ല. പിന്നെ ദേശീയത, അത് കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് ചില പഴയ കാലങ്ങളിലേക്ക് പോകേണ്ടത്. ഞാനൊക്കെ 1-ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞാൽ ചൊല്ലുന്ന ഒരു പ്രതിജ്ഞയുണ്ട്: ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. എല്ലാ ദിവസവും പള്ളിക്കൂടത്തിൽ പോയാൽ 200 ദിവസം 1 മുതൽ 10 വരെ 2000 പ്രാവശ്യം ആ പ്രതിജ്ഞ എടുത്ത് വളർന്നു വന്ന തലമുറയാണ് നമ്മൾ. BJP ആണോ? ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റാണ് അത് ഇന്ത്യയിലെ ആളുകളെ ദേശീയത പഠിപ്പിച്ചിട്ടുള്ളത്. ആ ദേശീയ പതാക, ആ ദേശീയ ഗാനം, ഇതെല്ലാം ആ ഗവൺമെൻറ്റിൻ്റേതാണ്. അഭിലാഷിലേക്ക് പോവുകയാണ്. അഭിലാഷ്, ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ മേളിൽ വാള് പോലെ നിൽക്കുകയാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു. സ്വാഭാവികമായും ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഒരു വശത്ത്, സ്വർണ്ണക്കൊള്ള, ഒപ്പം മുഖ്യമന്ത്രിയുടെ മകനും മകൾക്കുമെതിരായ കേസുകൾ, ED, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. ആ സമയത്ത് ഇത്തരത്തിലുള്ള PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ശ്രദ്ധ തിരിപ്പിക്കാൻ, ഒപ്പം ഇന്നിപ്പോൾ ഈ പറഞ്ഞതുപോലെ കടുത്ത ധനപ്രതിസന്ധി നിലനിൽക്കുകയാണ്. നമ്മൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ എല്ലാം അതിന് അർഹതപ്പെട്ടവരാണ്, അവർക്ക് കൂടുതൽ പൈസ കിട്ടേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിലെ ഖജനാവ് വെച്ചിട്ട് ഇത്രയും വാരിക്കോരി കൊടുക്കുന്നത് മറ്റൊരർത്ഥത്തിൽ കൂടിയാണ്. ഇനിയിപ്പോൾ ഭരണമൊന്നും കിട്ടില്ല, എന്തായാലും അടുത്ത വരുന്നവർക്ക് അവരുടെ മണ്ടയ്ക്ക് ഇരിക്കട്ടെ എന്ന രീതിയിൽ അതിനെ കാണാൻ കഴിയില്ലേ? നിശ്ചയമായും ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇന്ന് നടത്തിയത്. കഴിഞ്ഞ 4.5 വർഷക്കാലം അല്ലെങ്കിൽ 9.5 വർഷക്കാലം ഈ ഗവൺമെൻറ് എന്ത് ചെയ്തിരുന്നു എന്നുള്ളത് ഇന്നിപ്പോൾ പ്രഖ്യാപനങ്ങളാണ്, തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ്. ആശാസമരം തുടങ്ങിയിട്ട് ഏകദേശം 300 ദിവസം പിന്നിടുകയാണ്. ആ 300 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് 1000 രൂപയാണ്, അല്ലേ, 1000 രൂപ 1000 രൂപയാണ് ആശാപ്രവർത്തകർക്ക് നൽകിയത്. 26,000-ഓളം ആശാപ്രവർത്തകർ കേരളത്തിലുണ്ട്. അവർ ഒന്നാകെ സമരത്തിൽ നിന്നിട്ട് 300 ദിവസം പിന്നിടുകയാണ്. അവർക്ക് 1000 രൂപ, തുച്ഛമായ 1000 രൂപ കൊടുക്കുന്നതിന് വേണ്ടി ഈ 300 ദിവസം അവരെ സമരത്തിൽ നിർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു ദിവസം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 233 രൂപയാണ്.
അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഇവർ 2500 3000 രൂപ ആക്കുമെന്ന് അധികാരത്തിൽ വന്നവരാണ്. അവസാന സമയത്താണ്, ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന സമയത്താണ് 400 രൂപ ഇവർ കൂട്ടിയിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബാധ്യതകൾ മുഴുവൻ അടുത്ത ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് പോകട്ടെ, ഇവർ അവസാനത്തെ ജനക്ഷേമ പദ്ധതികൾ ചെയ്തു എന്ന് വരുത്തി തീർത്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ഇത് അയ്യപ്പൻ്റെ ശബരിമലയിലെ വിഷയം ആശാപ്രവർത്തകർ സമരം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇവരുടെ പഠനം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ തുക പോലും ഇവർ കൊടുത്തിട്ടില്ലെന്നേ. 3000 രൂപയും കണ്ടോ കൂട്ടിക്കൊടുക്കണമെന്നാണ് ഇവർ ഗവൺമെൻറ് നടത്തിയ വെച്ച കമ്മീഷൻ തന്നെ പറഞ്ഞത് 3000 രൂപയോളം കൂട്ടിക്കൊടുക്കണമെന്നാണ്. എന്നിട്ടും അവർക്ക് 1000 രൂപയാണ്. എന്നിട്ട് ആ സമരത്തെ അവഹേളിച്ചുകൊണ്ട് ഇവിടെ സമരത്തിലൂടെ കടന്നു വന്ന സംഘടന എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും CPM-ഉമാണ് ആ ആശാപ്രവർത്തകരെ സമരത്തെ അവഹേളിച്ചുകൊണ്ട് അവർ ആശാസമരം തീർക്കില്ല എന്നവർ പ്രഖ്യാപിക്കും. കാരണം അവർ ഈ 300 ദിവസത്തോളം ഈ മഴയും വെയിലുമായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി തിരുവനന്തപുരം നഗരത്തിലുള്ള മഴ, അത് രാത്രിയും പകലും നനഞ്ഞുകൊണ്ട് അവരവിടെ സമരത്തിൽ സമരത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് വെറും ഒരു രാഷ്ട്രീയ ഗിമ്മിക്കാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ നടത്തിയ ഒരു പ്രഖ്യാപനം മാത്രമാണ്. അടുത്ത ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത് അനുഭവിക്കുവാൻ വേണ്ടി അടുത്ത ഗവൺമെൻറ് ഇതെല്ലാം കണക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വച്ചൊഴിയുകയാണ്. ഇവിടെ നേരത്തെ സാദിഖ് സാർ സൂചിപ്പിച്ചതുപോലെ പൂച്ച പെറ്റി കിടക്കുന്ന ട്രഷറിയിലേക്ക് എളുപ്പവശാൽ എങ്ങനെയെങ്കിലും 1500 കോടി രൂപ വരികയാണെങ്കിൽ വന്നുകൊള്ളട്ടെ എന്ന് പറയുവാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം പിണറായി വിജയൻ എല്ലാം കൊണ്ടുവന്ന് BJPയുടെ കാൽക്കീഴിൽ വച്ചുകൊണ്ട് ഈ കരാറിൽ ഒപ്പിട്ടത്. ആ കരാറിൽ ഇവിടെ നേരത്തെ BJPയുടെ പ്രതിനിധി സൂചിപ്പിക്കുകയുണ്ടായി, VD സതീശനാണ് കരാറിൽ ഒപ്പിടാൻ ശിവൻകുട്ടി മന്ത്രിയോട് പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു. എന്ത് നുണയാണ്, കളവാണ് താങ്കൾ ഇവിടെ ഇരുന്ന് പറയുന്നത്? ഒന്നാലോ VD സതീശൻ എന്താ പറഞ്ഞത്? ഞാൻ പറയട്ടെ, VD സതീശൻ എവിടെയാ പ്രഖ്യാപിച്ചത്? PM-ശ്രീ പദ്ധതിക്ക് വേണ്ടി VD സതീശനാണ് കേരളത്തിലെ വക്താവായി നിൽക്കുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എവിടെയാ VD സതീശൻ പറഞ്ഞത്? PM-ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്ത് കളവാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നത്? എന്ത് കളവും ഇവിടെ വന്നിരുന്ന് വിളിച്ചു പറയാമെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? പറയുമ്പോൾ സത്യസന്ധമായി പറയണം. ഇതിനു മുമ്പേ നടത്തിയിരുന്നെങ്കിൽ രീതിയിലേക്ക് പോകരുത്. കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിടണം എന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെന്റ് ഒപ്പിട്ടത് എന്നാണ് നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ എവിടെയാണ് ശ്രീ VD സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ പറയണം അതിന്. സതീഷ് വസന്ത ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒരുപാട് കള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഭരണം കിട്ടില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി, ഇനിയിപ്പോൾ എല്ലാം മാക്സിമം കൂട്ടാം എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഈ വമ്പൻ പ്രഖ്യാപനങ്ങൾ. എന്നെ ബിനു, നിങ്ങൾക്ക് പറയാൻ തന്നെ ഒരു ഇതിൽ ഉളുപ്പില്ല. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭ ഇത് ബഡ്ജറ്റിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞ എന്താണ്? ക്ഷേമ പെൻഷൻ 100 രൂപയെങ്കിലും നിങ്ങൾ കൂട്ടി ശ്രീ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചെന്നാണ്. നോക്കൂ, അങ്ങനെ നിങ്ങൾ അപ്പോൾ അദ്ദേഹം സത്യസന്ധമായി അതിൻ്റെ വെളിച്ചത്തിൽ ഒരു ഇത് ബഡ്ജറ്റ് അവതരിപ്പം നിങ്ങൾ പറയുന്നു അത് നിങ്ങൾ 100 രൂപയെങ്കിലും ക്ഷേമ പെൻഷൻ കൂട്ടി വന്നു. നോക്കൂ, ഇപ്പോൾ 400 രൂപ കൂട്ടി. ഈ 400 രൂപ കൂട്ടി എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഇതാണോ? അങ്ങനെയാണോ? ഇല്ലല്ലോ. പ്രകടന പത്രികയിൽ 2018 പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ 2500 രൂപ ആക്കുമെന്ന്. ആ 2500 രൂപയിൽ ആദ്യത്തെ ഇതാണ് ഇപ്പം 2000 രൂപ ആക്കിയിട്ടുള്ളൂ. നേരത്തെ എത്രയായിരുന്നു? 300 നിന്ന് 2000 രൂപ ആക്കിക്കാൻ ക്ഷേമ പെൻഷൻ. അത് ഈ സർക്കാർ പോകുന്ന മുമ്പേ 2500 രൂപ ആക്കിയിരിക്കും. ഒരു സംശയവുമില്ല. സർക്കാരിന്റെ കാലാവധി തീരുമ്പേ 2000 ഉറപ്പായി അല്ലേ? അല്ല, എങ്ങനെ പോകുന്നു? കാലാവധി അല്ല, ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു രണ്ടാം പിണറായി സർക്കാർ നിങ്ങൾ പറഞ്ഞു എന്താണ്? രണ്ടാം പിണറായി സർക്കാർ വന്നെങ്ങനെ? അത് കിറ്റ് കൊടുത്തോണ്ടാണ്. നമ്മളിപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, കൂട്ടി കൊടുക്കുന്നു. ആശാ വർക്കർമാർക്ക് ഇപ്പം 4 വലിയ സമരം ക്ലിഫ് ഹൗസിൻ്റെ അവിടെ വന്നു. അന്ന് എന്താണ് പറഞ്ഞത്? ഒരു 100 രൂപ കൂട്ടിത്തന്നാൽ നമ്മൾ ഈ സമരം അവസാനിപ്പിക്കുന്നു. 1000 രൂപ കൂട്ടിയില്ലേ? അവസാനിപ്പിക്കണ്ടേ? ഇപ്പം പറയുന്നു നിങ്ങൾ 1000 രൂപയുള്ള ഒരു 3000 രൂപ ആക്കത്ത്. എന്തോ അഭിലാഷേ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ റിപ്പോർട്ടല്ല, ഞാൻ പറഞ്ഞിട്ട് സർക്കാരിൻ്റെ ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് അനുസരിച്ചിരുന്ന് എല്ലാ ആൾക്കാർക്കും അത് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാർ
പാവപ്പെട്ടവന്റെയും അതുപോലെ തന്നെ കൂലി അതായത് സതീഷ് വസന്ത ഈ 100 രൂപ കൂട്ടുന്നത് ദിവസത്തിന്റെ കണക്കാണ്, മാസമല്ല. ദിവസം 100 രൂപയാണ്. അതെ, ഞാൻ പറഞ്ഞു ഇത് 1000 രൂപ. ഇതിപ്പോ ദിവസം 100 രൂപ കൂട്ടുമ്പോൾ 3000 രൂപയാണ് ഒരു മാസം കൂടുന്നത്. അതാണ് പറഞ്ഞത്. ഇതിപ്പോ 1000 രൂപയാണ് കൂട്ടിയത്. അല്ല, ഞാൻ പറഞ്ഞിട്ട് 1000 രൂപ കൂട്ടിയിട്ടുണ്ടല്ലോ, ആശാവർക്കം കൂട്ടിയിട്ടുണ്ടല്ലോ. ഇല്ലല്ലോ. അല്ല, 100 രൂപ കൂട്ടി സമരം നിർത്താന്നാ പറഞ്ഞത്. നവംബർ 10 കേരളത്തിലെ, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിക്കാണ് ഇത്രയും ആർജവത്തോട് പറയാൻ പറ്റുന്നത്? അതിദരിദ്രത ഇല്ലാത്ത ഒരു സംസ്ഥാനമായി ഇന്ത്യക്കകത്ത് ഏത് സംസ്ഥാനമുണ്ട്? പറയൂ. അതിലേക്കൊക്കെ വരാം. അതിദരിദ്രതയില്ലാത്ത സംസ്ഥാനം എന്ന രീതിയിലൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ അത് കണ്ടുപിടിക്കണേ. അഖിലിന് അതിനെക്കുറിച്ച് പറയാൻ കഴിയും. അതിദരിദ്ര ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് വരാൻ പോവുകയാണ്. എങ്ങനെ കാണാം അഖിൽ? അല്ല, നവംബർ 1 തീയതി പ്രഖ്യാപിക്കല്ലേ. ഇടതുപക്ഷ സർക്കാരിനെ നിങ്ങളെല്ലാം, അല്ല ഞാൻ പറഞ്ഞിട്ട് 3-ാം പ്രാവശ്യവും നിങ്ങൾ വരുമെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ഈ പിണറായി സർക്കാർ തന്നെ, ഇടതുപക്ഷ സർക്കാർ തന്നെ 3-ാം ടൈമിലും കേരളം ഭരിക്കുമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം അറിയാം. മനു, ജനങ്ങൾക്കെല്ലാം അറിയാമെന്നോ? ജനങ്ങൾക്കെല്ലാം അറിയാം. ജനങ്ങളാണ് ഈ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അഖിലിലേക്ക് പോവുകയാണ്. അഖിൽ, ഈ പറഞ്ഞത് വാദങ്ങളെ എങ്ങനെ കാണാം? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ ആവർത്തിച്ചു പറയുന്നു, ഞാൻ പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ പൂർണ്ണമായും ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ഒരു തവണ പോലും, ഈ ചർച്ച ആരംഭിച്ച് ഒരു തവണ പോലും വി.ഡി. സതീശൻ പറഞ്ഞിട്ടാണ് വി. ശിവൻകുട്ടിയും കേരളത്തിലെ സർക്കാരും PM ശ്രീ ഒപ്പിട്ടത് എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് വി.ഡി. സതീശനോട് നല്ല സ്നേഹമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ നല്ല ധാരണയായി, നല്ല ഉറപ്പുമായി. കാരണം ഞാൻ എങ്ങനെയെങ്കിലും 10 വി.ഡി. സതീശനെ പറയട്ടെ എന്ന ഒരു ധാർമ്മികതയുടെ അല്ലെങ്കിൽ സ്നേഹക്കൂടുതലിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ, പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ ഇതുപോലെ ഇടപെട്ടപ്പോൾ നിങ്ങൾ ഇടപെടരുതെന്ന് പറഞ്ഞ ആളാണ്. ഞാൻ ഇടപെട്ടപ്പോൾ ഇടപെടരുത്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറഞ്ഞത്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇതുപോലൊരു പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്ന സമയത്ത് ഒരെതിർപ്പും പറഞ്ഞില്ല. ആ പണം കേരളത്തിലേക്ക് വരട്ടെ, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനും കേരളത്തിലെ പൊതുസമൂഹത്തിനും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും അത് ഗുണകരമാകുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നേടിയെടുക്കണം എന്നതാണ് വി.ഡി. സതീശൻ കഴിഞ്ഞ PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നൽകിയ 3 ബൈറ്റുകളിലും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഇതല്ലാതെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതായി ഞാൻ ഒരിടവും കണ്ടില്ല. അതാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത്. അങ്ങനെ PM ശ്രീ പദ്ധതി റദ്ദാക്കണമെന്ന് അങ്ങ് ആ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്, കേരളത്തിലെ സർക്കാർ ഈ പദ്ധതിയിൽ നിന്നും പൂർണ്ണമായും പിന്മാറുന്നു എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തെഴുതണമെന്നതായിരുന്നു അങ്ങയുടെ ആദ്യത്തെ ഭാഗത്തിലെ അങ്ങയുടെ ആവശ്യം. അങ്ങനെ ഒരു ആവശ്യം കോൺഗ്രസ് എന്ന് പറയുന്നത് സർക്കാർ കാര്യത്തിൽ വി.ഡി. സതീശൻ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, പറയുന്നതാണല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടില്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ എന്തോ വി.ഡി. സതീശൻ അതിന് പറഞ്ഞിട്ടാണ് ഒപ്പിടുന്നത്. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ സതീശനെ പറഞ്ഞോന്നേ. സതീശനെ നിങ്ങൾക്ക് ഇഷ്ടമില്ല, സതീശനെ പറഞ്ഞയക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞയച്ചോന്ന്, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറയാൻ കാര്യം, എടുക്കാൻ ബാധ്യസ്ഥപ്പെട്ട ചാനലിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ പറയല്ലോ. നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ഇപ്പൊ പറയുന്നത് കേട്ട മറ്റേ സിനിമ ഡയലോഗ് പറയുമല്ലോ, പിള്ളേച്ചൻ കള്ളം പറയുന്നത് പിള്ളേര് പറയും, പിള്ളേച്ചൻ കള്ളം പറയുന്നത് പിള്ളേര് പറയും. കള്ളം പറയരുത്, കള്ളം പറയരുത്. ആദ്യമേ തന്നെ ഒപ്പിട്ടിരുന്നുവെങ്കിൽ കുറച്ച് പൈസ കൂടി കൂടുതൽ കിട്ടില്ലായിരുന്നു എന്ന് അദ്ദേഹം സാന്ദർഭികമായി പറഞ്ഞ ബൈറ്റുകൾ നമ്മൾ കൊടുത്തതാണ്. ഇതിനിപ്പോൾ വളരെ പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല. ഏതായാലും അത് നമുക്ക് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്, കേരളത്തിലേക്ക് കിട്ടുന്ന പണം PM ശ്രീയിൽ ഒപ്പിടുന്ന വഴിയാണ് കിട്ടുന്നതെങ്കിൽ അത് കേരളത്തിൽ കിട്ടട്ടെ, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്തിനാണ് വെറുതെ ആ പ്രതിപക്ഷ നേതാവിനെ ഇതിലേക്ക് വലിച്ചഴയ്ക്കുന്നതും പ്രതിപക്ഷ നേതാവ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരുത്തിക്കുന്നതും? പ്രതിപക്ഷ നേതാവ് വളരെ മോശമാണെന്നും കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൽ എതിർത്ത് നിൽക്കുന്നതും എന്തിനാണ് കോൺഗ്രസ് നേതാവ് അങ്ങനെ വാദിക്കുന്നതെന്ന് അതാണ് ഞാൻ ചോദിക്കുന്നത്. സമയം തരാം. AK സാദിഖ്,
ഈ ഇത് PM ശ്രീ എന്ന് പറഞ്ഞ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കും? വളരെ ചുരുക്കി, സമയക്കുറവുണ്ട്. ഈ കുട്ടി ഏത് കുട്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ച് തർക്കമുണ്ട്, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ആ വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് ഈ താല്പര്യമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു ബ്ലോക്കിൽ നിന്നും 2 സ്കൂൾ വെച്ചിട്ട് 168 ബ്ലോക്കിൽ നിന്നും 366 സ്കൂളുകൾക്കാണ് ഈ പണം കിട്ടുന്നത്. 14,000 ചില്ലുവാനം സ്കൂളുകൾ ഉള്ളതിൽ ഈ ഇത്രയും സ്കൂളുകൾക്ക് മെച്ചപ്പെട്ട ഭൗതിക സൗകര്യങ്ങൾ കിട്ടുമ്പോൾ ബാക്കി 11,000 ചില്ലുവാനം ഉള്ളിടത്തെയും കുട്ടികൾ 2 തരം പൗരന്മാർ ഇവിടെ ഉണ്ടായിക്കോട്ടെ എന്നാണോ? ഇവിടെ ഇന്നലകളിൽ വരെ ഇപ്പോൾ വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ? ഇവിടെ ഒറ്റ തരം വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസമേ പാടുള്ളൂ, പൊതുവിദ്യാലയങ്ങളെ പാടുള്ളൂ. CBSE പാടില്ല, പിന്നെ നമ്മളുടെ ICSE പാടില്ല, ISC പാടില്ല. ഇതെല്ലാം പൊതുവിദ്യാലയങ്ങളിൽ എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കണം എന്ന് പറയുന്ന സ്ഥാനത്ത് ഈ പറഞ്ഞ കേന്ദ്രത്തിൻ്റെ കുറേ പണം കിട്ടും എന്നുള്ളത് കൊണ്ട് സിലബസ് വരെ മാറ്റിക്കൊണ്ട് എന്തു വേണമെങ്കിലും പഠിപ്പിച്ചോട്ടെ എന്ന് മാത്രമല്ല ഹിന്ദിക്കും സംസ്കൃതത്തിനും കൂടുതൽ പ്രാധാന്യം. അവിടെയാണ് സ്റ്റാലിൻ പറഞ്ഞത് 2000 അല്ല 10,000 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും നാഗ്പൂർ പദ്ധതി നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. ഈ CPM ബംഗാളിൽ സാമ്പത്തികമുണ്ടാക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ ആളുകളുടെ കയ്യിൽ നിന്ന് രക്തം ശേഖരിച്ച് ആ രക്തം വിറ്റ് പണമുണ്ടാക്കിയ പാർട്ടിയല്ലേ എന്ന് ബിനോയ് വിശ്വം തന്നെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ പണമാണെങ്കിൽ ഇവിടെ ബിരിയാണി ചലഞ്ചോ വേറെ ഏത് ചലഞ്ചോ ഈ കേരളത്തിൽ വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ സഹകരിക്കും. ഈ ഗവൺമെൻറ്റിന് പണം കൊടുക്കും സ്കൂൾ മെച്ചപ്പെടുത്താനാണെങ്കിൽ. അപ്പോൾ വളഞ്ഞ വഴിയിലൂടെ BJPയെ സഹായിക്കുക. കേന്ദ്രത്തിൽ BJPക്ക് ഭരിക്കാൻ കഴിയും, കേരളം ഭരിക്കാൻ കഴിയില്ല. CPMന് കേരളം ഭരിക്കാൻ കഴിയും, കേന്ദ്രം ഭരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും പൊതുശത്രു കോൺഗ്രസ് ആയതുകൊണ്ട് ആ സമയം അടുക്കുമ്പോൾ ഇവരൊന്നും. ശരി അഭിലാഷ്, ഈ പറഞ്ഞതുപോലെ VD സതീശനുമായി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഇങ്ങനെ ഈ അവസാന നിമിഷം കൊണ്ട് ഒപ്പിടുന്നതിൽ നല്ലത് കുറച്ച് മുന്നേ ഒപ്പിട്ടിരുന്നെങ്കിൽ ഉള്ള പൈസ കൂടുതൽ കിട്ടിയേനെന്ന് പറഞ്ഞത് വൈകിട്ട് നമ്മളിവിടെ ടെലികാസ്റ്റ് ചെയ്തതാണ്. അത് മറുപടി കൊടുക്കൂ. ഇവിടെ VD സതീശൻ പറഞ്ഞത് എന്തിനാ ഇത്രയും നിങ്ങൾ വൈകിപ്പിച്ചത് എന്ന് സാങ്കല്പികമായി ചോദിച്ചതാണ്. 2022 തുടങ്ങിയ പദ്ധതി ഇത്രയും നാൾ നിങ്ങൾ എന്തിനാണ് വൈകിപ്പിച്ചത് എന്ന് വേറൊരു അർത്ഥത്തിൽ ചോദിച്ചതാണ്. അല്ലാതെ VD സതീശൻ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് അങ്ങനെ ഒരു അർത്ഥത്തിൽ എടുക്കരുത്. അങ്ങനെ ഇവിടെ ഒരാഴ്ചയായിട്ട് ഇങ്ങനത്തെ ചർച്ചകൾ നടന്നു വരികയാണല്ലോ. ആരെങ്കിലും ഉന്നയിച്ചിട്ടില്ലല്ലോ VD സതീശൻ പറഞ്ഞിട്ടാണ് ഈ പദ്ധതി PM ശ്രീ പദ്ധതി കേരളം ഒപ്പിട്ടത് എന്ന്. ആരും ഉന്നയിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു ആരോപണം. ഇവിടെ ഇരിക്കുന്ന BJPയുടെ വക്താവല്ലാതെ ഇങ്ങനെ ഒരു ആരോപണം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾ സ്പഷ്ടമായിട്ട് പറഞ്ഞു ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞത് VD സതീശൻ തന്നെയാണ്. നമ്മുടെ നേതാവ്, പ്രതിപക്ഷ നേതാവ് തന്നെയാണ് പറഞ്ഞത്. അത് UDFിൻ്റെ നയമാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നയമാണ്, അതിനേതൊരു സംശയമില്ല. ആ നയത്തിൽ തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഞാൻ കത്തയക്കണമെന്ന് പറഞ്ഞത് ഞാനാ, ശരിയാ. പക്ഷേ ഞങ്ങളൊരു കരാറിൽ നമ്മൾ ഒപ്പിട്ടു. ആ കരാറിൽ 2 കക്ഷികൾ ചേർന്ന് മ്യൂച്വലായി ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ ആ കരാറിൽ നിന്ന് പിന്നോട്ട് പോകണമെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ ഒരു കക്ഷി അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി കത്ത് കൊടുക്കണം. അത് നിയമപരമായിട്ടുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ് കത്തയക്കാൻ തയ്യാറാകണം. അത് നിയമപരമായിട്ടുള്ള നടപടിയാണത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നെങ്കിൽ അതിൽ കേന്ദ്രത്തിന് കത്തയക്കണം, ഞങ്ങൾ ഈ കരാറിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കണം. അത് നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അതിനെ മറ്റൊരു തലത്തിലെടുത്ത് പ്രയോഗിക്കരുത് അഖിൽ. CPIയെ മയക്കുവെടി വെച്ച് തളയ്ക്കാനാണ് സർക്കാർ ഉദ്ദേശിച്ചത്. അത് മയക്കുവെടി ഏറ്റോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് KV അഭിലാഷ്, LDF പ്രതിനിധി അഡ്വക്കേറ്റ് സതീഷ് വസന്ത, BJP പ്രതിനിധി അഖിൽ പാലോട്ടുമഠം, രാഷ്ട്രീയ നിരീക്ഷകൻ AK സാദിഖ്, എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.